ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് നല്ല നാടൻ കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു കുമ്പളങ്ങേൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് കീറി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുമ്പളങ്ങ നല്ലോണം ഒന്ന് കുക്ക് ചെയ്യുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഒരു 10 to 15 മിനിറ്റ്സ് മതിയാവും കേട്ടോ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ 1 വിസിലിൽ കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുമ്പളങ്ങ നല്ലോണം ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇത് നല്ല സോഫ്റ്റായി വരുന്നവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. കുമ്പളങ്ങയിൽ കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 2-3 കറിവേപ്പിലയുടെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും. ഞാനിവിടെ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരഞ്ഞ് കിട്ടണം, നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ 2-3 കഷ്ണം കുറച്ചും കൂടി ഒന്ന് വീഴാനുള്ളത് പോലെ തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടി ഞാനൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ. ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യുന്ന സമയത്ത് കുമ്പളങ്ങ നല്ലോണം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആയ വ്യത്യാസം ശരിക്കും വീഡിയോ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് കുറച്ചും കൂടി ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈര് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ടുകൊണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യോഗോട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പുളിയുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ അധികം പുളിയില്ലാതെയാണ് എനിക്ക് കുറച്ചും കൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നല്ല ക്രീമി പോലെ ഇരിക്കും കേട്ടോ കറി. അപ്പോൾ ആ തൈര് നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ തൈര് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമുക്ക് വെള്ളം കുറച്ച് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ തന്നെ ഈ കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അധികം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിള വരുന്ന സമയം ഒന്ന് ചൂടായാൽ മാത്രം മതി, അല്ലേ അത് പിരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും തേങ്ങയൊക്കെ. അതുകൊണ്ട് ഒന്ന് ചൂടായാൽ മതി. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. കടായി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും 2 അല്ലെങ്കിൽ 3 വറ്റൽമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് എടുക്കുമ്പം പുളിയില്ലാതെ കട്ട തൈര് നോക്കിയെടുക്കുക. യോഗട്ട് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.